അസ്സലാമു അലൈക്കും. ദുറൂസുൽ ലുഗത്തിൽ അറബിയ്യ ലിഉൽമിൻ നാതിഖീന ബിഹാ എന്ന പാഠപുസ്തകത്തിന്റെ 15ാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികൾക്ക് അറബി ഭാഷാ പഠനം. അദ്ദർസുൽ ഖാമിസ അശറ 15ാം പാഠം. ഈ പാഠം കുറച്ച് യുവതികളും സൈനബയും തമ്മിലുള്ള സംഭാഷണമാണ്. അൽ ഫതയാത്തു, യുവതികൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. സൈനബു: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങളുടെ മേലും അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. മൻ അൻതുന്ന യാ അഖവാത്തു, സഹോദരിമാരെ നിങ്ങൾ ആരാണ്? അൻതുന്ന എന്നാൽ അൻതി എന്നതിന്റെ ബഹുവചനമാണ് അൻതുന്ന. അൻതി എന്നാൽ നീ ഒരു സ്ത്രീ. അൻതുന്ന എന്നാൽ നിങ്ങൾ കുറെ സ്ത്രീകൾ. മൻ അൻതുന്ന യാ അഖവാത്തു, സഹോദരിമാരെ. സഹോദരിമാർ ഉണ്ടാകുമ്പോൾ, അഭിസംബോധിതർ സഹോദരിമാരാകുമ്പോൾ അൻതുന്ന എന്ന് പ്രയോഗിക്കണം. മൻ അൻതുന്ന യാ അഖവാത്തു, സഹോദരിമാരെ നിങ്ങൾ ആരാണ്? ഇഹ്ദാഹുന്ന, അവരിൽ ഒരുവൾ പറഞ്ഞു. ഹുന്ന, അവർ കുറെ സ്ത്രീകൾ. ഇഹ്ദാഹുന്ന, അവരിൽ ഒരു സ്ത്രീ, ഒരു യുവതി പറഞ്ഞു. നഹ്നു ബനാത്തു ഷെയ്ഖ് അബ്ബാസ്, ഞങ്ങൾ ഷെയ്ഖ് അബ്ബാസിന്റെ മക്കളാണ്, പെൺകുട്ടികളാണ്. നഹ്നു ഞങ്ങൾ, ബനാത്തു പെൺകുട്ടികൾ, ഷെയ്ഖ് അബ്ബാസ് ഷെയ്ഖ് അബ്ബാസിന്റെ, ഞങ്ങൾ ഷെയ്ഖ് അബ്ബാസിന്റെ പെൺമക്കളാണ്. സൈനബു: അഹ്ലൻ വസഹ്ലൻ വമർഹബൻ, നിങ്ങൾക്ക് സ്വാഗതം. ഉമ്മുകുന്ന ഉസ്താദത്തി, ഉമ്മുകുന്ന നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ മാതാവ്. ഉസ്താദത്തി എന്റെ ഗുരുനാഥയായിരുന്നു, എന്റെ അധ്യാപിക ആയിരുന്നു. ഉമ്മുകുന്ന നിങ്ങളുടെ ഉമ്മ. കി എന്നതിന്റെ ബഹുവചനമാണ് കുന്ന. കി എന്നാൽ നീ ഒരു സ്ത്രീ, അതിന്റെ ബഹുവചനമാണ് കുന്ന. ഉമ്മുകുന്ന, ഉമ്മുക്കി നീ ഒരു സ്ത്രീയുടെ ഉമ്മ. ഉമ്മുക്കി. ഉമ്മുകുന്ന എന്നാൽ നിങ്ങൾ കുറെ പേരുടെ ഉമ്മ, നിങ്ങളുടെ ഉമ്മ. ഉമ്മുകുന്ന ഉസ്താദത്തി, നിങ്ങളുടെ ഉമ്മ എന്റെ അധ്യാപികയാണ്. കൈഫ ഹാലുഹ, അവളുടെ അവസ്ഥ എന്താണ്? കൈഫ ഹാലുഹ, അവളുടെ അവസ്ഥ എന്താണ്? ഇഹ്ദാഹുന്ന, അവരിൽ ഒരു യുവതി, അവരിൽ ഒരാൾ. ഹിയ ബിഖൈറിൻ വൽഹംദുലില്ലാ, അവൾക്ക് സുഖം തന്നെയാണ്. സൈനബു, സൈനബ ചോദിച്ചു. ഐന ഹിയ അൽ ആൻ, ഇപ്പോൾ അവൾ എവിടെയാണ്? ഐന എവിടെ, ഹിയ അവൾ, അൽ ആൻ ഇപ്പോൾ അവൾ എവിടെയാണ്? ഇഹ്ദാഹുന്ന, അവരിൽ ഒരു സ്ത്രീ. ഹിയ അൽ ആൻ ഫി ദിയാൽ, അവൾ ഇപ്പോൾ റിയാദിലാണ്. റിയാദ്. സൈനബു, സൈനബ: മതാ ദഹബത്ത്, അവൾ എപ്പോഴാണ് പോയത്? ഇഹ്ദാഹുന്ന, അവരിൽ ഒരുവൾ. ദഹബത്ത് ഖബല ഉസ്ബൂഇൻ, ദഹബത്ത് അവൾ പോയി. ഖബല മുമ്പ്, ഉസ്ബൂഇൻ ഒരാഴ്ചക്ക് മുമ്പാണ് അവൾ പോയത്. ദഹബത്ത് ഖബല ഉസ്ബൂഇൻ, ഒരാഴ്ചക്ക് മുമ്പാണ് അവൾ പോയത്. ഖബല എന്നാൽ മുമ്പ്. സൈനബു, സൈനബ: ഉസ്ബു എന്നാൽ ആഴ്ച, വീക്ക്. സൈനബ് ചോദിക്കുന്നു. മൻ ദഹബ മഅഹ, അവളുടെ കൂടെ ആരാണ് പോയത്? മൻ ആര്, ദഹബ പോയി, മഅ കൂടെ, ഹ അവളുടെ കൂടെ ആരാണ് പോയത്? ഇഹ്ദാഹുന്ന, അവരിൽ ഒരു സ്ത്രീ. ദഹബ മഅഹ അഖൂന ഇബ്രാഹിം, ഞങ്ങളുടെ സഹോദരൻ ഇബ്രാഹിമാണ് അവളോടൊപ്പം പോയത്. ദഹബ മഅഹ, അവളോടൊപ്പം പോയി. അഖൂന, ഞങ്ങളുടെ സഹോദരൻ ഇബ്രാഹിം. സൈനബു: കൈഫ ഹാലുകുന്ന, നിങ്ങളുടെ അവസ്ഥ എന്താണ്? കൈഫ എങ്ങനെ, ഹാലുകുന്ന നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? കൈഫ ഹാലുകുന്ന, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ഇഹ്ദാഹുന്ന, അവരിൽ ഒരു യുവതി. നഹ്നു ബിഖൈറിൻ വൽഹംദുലില്ലാ, ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. സൈനബ് ഫി അയ്യി മദ്രസത്തിൻ അൻതുന്ന,
നിങ്ങൾ ഏത് മദ്രസയിലാണ്? ഫി അയ്യി മദ്രസത്തിൻ, ഏത് മദ്രസയിലാണ്? അൻതുന്ന, നിങ്ങൾ. ഇഹ്ദാഹുന്ന, അവരിൽ ഒരു സ്ത്രീ, ഒരു യുവതി. നഹ്നു ഫിൽ മദ്രസത്തിൽ മുതവസ്സിത്തത്തി, ഞങ്ങൾ മിഡിൽ സ്കൂളിലാണ്, ഞങ്ങൾ UP സ്കൂളിലാണ്. സൈനബു, സൈനബ്. മത്താ ഇഖ്തിബാറുകുന്ന, നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണ്? മത്താ, എപ്പോൾ. മത്താ, എപ്പോൾ. ഇഖ്തിബാറുകുന്ന, നിങ്ങളുടെ പരീക്ഷ. ഇഖ്തിബാർ എന്നാൽ പരീക്ഷ, എക്സാമിനേഷൻ. മത്താ ഇഖ്തിബാറുകുന്ന, നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണ്? ഇഹ്ദാഹുന്ന, അവരിൽ ഒരു യുവതി. ഇഖ്തിബാറുന, ഞങ്ങളുടെ പരീക്ഷ. ബഅദ ശഹരിൻ, ഒരാഴ്ചക്ക് ശേഷമാണ്, ഒരു മാസത്തിന് ശേഷമാണ്. ഷഹർ, മാസം. ബഅദ, ശേഷം. ഷഹർ, മാസം, മന്ത്. ബഅദ, ആഫ്റ്റർ, ശേഷം. ഇഖ്തിബാറുന ബഅദ ശഹരിൻ, ഒരാഴ്ചക്ക് ശേഷമാണ് ഞങ്ങളുടെ പരീക്ഷ. സൈനബ്. അദ്ഹബ്തുന്ന ഇലൽ മദ്രസത്തിൽ യൗം, നിങ്ങൾ ഇന്ന് സ്കൂളിൽ പോയോ? അദ്ഹബ്തുന്ന, നിങ്ങൾ പോയോ? ഇലൽ മദ്രസത്തിൽ യൗം, ഇന്ന്. ആണോ, ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനുള്ള പദമാണ് അദ്ഹബ്തുന്ന, നിങ്ങൾ പോയോ? ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. അല്യോ, ഇന്ന്. ഇഹ്ദാഹുന്ന, അവരിൽ ഒരു യുവതി. നാം, അതെ. ദഹബന, ഞങ്ങൾ പോയി. വറജഅന, ഞങ്ങൾ മടങ്ങുകയും ചെയ്തു. ദഹബന, ഞങ്ങൾ പോയി. വറജഅന, ഞങ്ങൾ മടങ്ങി. ഞങ്ങൾ പോകുകയും ഞങ്ങൾ മടങ്ങി വരികയും ചെയ്തു. റജാ എന്നാൽ മടങ്ങി. റജഅന, ഞങ്ങൾ മടങ്ങി. ഇനി അഭ്യാസത്തിലേക്ക് കടക്കാം. അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ, താഴെ തന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകി. മൻ അൻതുന്ന, നിങ്ങൾ ആരാണ്? നഹ്നു ബനാത്തു ഷെയ്ഖ് അബ്ബാസ്, ഷെയ്ഖ് അബ്ബാസിന്റെ പെൺമക്കളാണ് ഞങ്ങൾ. 2. ഐന ഉമ്മുകുന്ന, നിങ്ങളുടെ ഉമ്മ എവിടെ? ഹിയ ഫിദ്യാ, അവൾ റിയാദിലാണ്. ഐന ബൈത്തുകുന്ന, നിങ്ങളുടെ വീട് എവിടെ? ഐന, എവിടെ. ബൈത്ത്, വീട്. കുന്ന, നിങ്ങൾ, നിങ്ങളുടെ. ഐന ബൈത്തുകുന്ന, നിങ്ങളുടെ വീട് എവിടെ? ബൈത്തുന ഖരീബുൻ മിനൽ മത്താറി, ഞങ്ങളുടെ വീട് എയർപോർട്ടിൽ നിന്നും അടുത്താണ്. എയർപോർട്ടിനടുത്താണ് ഞങ്ങളുടെ വീട്. ഖരീബുൻ, അടുത്ത്. 4. ഐന അഖൂകുന്ന, നിങ്ങളുടെ സഹോദരൻ എവിടെ? ദഹബ മാ ഉമ്മിന ഇലൽ റിയാദ്, അവൻ ഞങ്ങളുടെ ഉമ്മയുടെ കൂടെ റിയാദിലേക്ക് പോയി. ദഹബ, പോയി. മാ, കൂടെ. ഉമ്മിന, ഞങ്ങളുടെ ഉമ്മയുടെ. ഇലൽ റിയാദ്, റിയാദിലേക്ക്. ഇല എന്നാൽ ലേക്ക്. ടു. മാ, വിത്ത്, കൂടെ. 5. ഐന മദ്രസത്തുകുന്ന, നിങ്ങളുടെ വീട് എവിടെയാണ്? ഐന മദ്രസത്തുകുന്ന, നിങ്ങളുടെ മദ്രസ എവിടെയാണ്? മദ്രസ, സ്കൂൾ എവിടെയാണ്? നിങ്ങളുടെ സ്കൂൾ എവിടെയാണ്? മദ്രസത്തുന, ഞങ്ങളുടെ സ്കൂൾ. ഖരീബത്തുൻ മിനൽ ബൈത്തി, വീടിന് അടുത്താണ്. ഖരീബത്തുൻ മിനൽ ബൈത്തി, വീടിന് അടുത്താണ്. 6. അദ്ഹബ്തുന്ന ഇലൽ മദ്രസത്തിൽ യൗം, നിങ്ങൾ ഇന്ന് സ്കൂളിലേക്ക് പോയോ? അദ്ഹബ്തുന്ന ഇലൽ മദ്രസത്തിൽ യൗം, നിങ്ങൾ ഇന്ന് സ്കൂളിലേക്ക് പോയോ? നഅം, അതെ. ദഹബന, ഞങ്ങൾ പോയി. വറജഅന, ഞങ്ങൾ മടങ്ങുകയും ചെയ്തു. രണ്ടാമത്തെ അഭ്യാസം. അന്നിസിൽ മുബ്തദ ഫി കുല്ലി ജുമലിൻ മിനൽ ആതിയ, താഴെ തന്ന എല്ലാ വാചകങ്ങളിലെയും മുബ്തദയിനെ സ്ത്രീലിംഗമാക്കി. പുല്ലിംഗമാണ് താഴെ തന്നിരിക്കുന്ന മുബ്തദ എല്ലാം, അവയെ സ്ത്രീലിംഗമാക്കേണ്ടതുണ്ട്. ഉദാഹരണങ്ങൾ. മിസാൽ, ഉദാഹരണങ്ങൾ. അൻതും തുല്ലാബുൻ, നിങ്ങൾ വിദ്യാർത്ഥികളാണോ എന്നതിൽ മുബ്തദ തുല്ലാബുൻ എന്നതിനെ മാറ്റി സ്ത്രീലിംഗമാക്കണം. തോലിബാത്തുൻ എന്നാണ് തുല്ലാബുൻ എന്നതിന്റെ സ്ത്രീലിംഗം. സ്വാഭാവികമായും അൻതും എന്ന് മാറി അൻതുന്ന എന്ന് ആക്കേണ്ടതുണ്ട്. അൻതുന്ന, നിങ്ങൾ ആണോ? തോലിബാത്തുൻ, വിദ്യാർത്ഥിനികൾ, നിങ്ങൾ വിദ്യാർത്ഥിനികളാണോ? ഒന്നാമത്തെ അഭ്യാസം. അൻതും മുദദ്ദിസൂന, നിങ്ങൾ അധ്യാപകരാണോ? അൻതുന്ന മുദദ്ദിസാത്തുൻ, നിങ്ങൾ അധ്യാപികമാരാണോ? 2. അൻതും അതിബ്ബാഉ,
നിങ്ങൾ ഡോക്ടർമാരാണോ? അൻതും അൻതുന്ന തൊബീബാത്തു, നിങ്ങൾ ലേഡീസ് ഡോക്ടർമാരാണോ? 3 അൻതും ഇഖ്വത്തു ഹാമിദിൻ, നിങ്ങൾ ഹാമിദിന്റെ സഹോദരന്മാരാണോ? അൻതും നിങ്ങളാണോ ഇഖ്വത്തു സഹോദരന്മാർ ഹാമിദിൻ ഹാമിദിന്റെ. ഇഖ്വത്തുൻ എന്നതിനെ സ്ത്രീലിംഗമാക്കുമ്പോൾ അഖവാത്ത്. അൻതുന്ന അഖവാത്തു ഹാമിദിൻ, നിങ്ങൾ ഹാമിദിന്റെ സഹോദരിമാർ ആണോ? അൻതും എന്ന് അൻതുന്ന എന്നാക്കണം. അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളാണോ? അൻതുന്ന മുസ്ലിമാത്ത്, നിങ്ങൾ മുസ്ലിം സ്ത്രീകളാണോ? അൻതും അമാമു മെഹ്മൂദിൻ, നിങ്ങൾ മെഹ്മൂദിന്റെ പിതൃവ്യന്മാരാണോ? അൻതുന്ന അമ്മാത്തു മെഹ്മൂദിൻ, നിങ്ങൾ മെഹ്മൂദിന്റെ അമ്മായിമാരാണോ? അൻതും അബ്നാഉൽ മുദീരി, നിങ്ങൾ മാനേജറുടെ ആൺമക്കളാണോ ആൺകുട്ടികളാണോ? അൻതുന്ന ബനാത്തു മുദീരി, നിങ്ങൾ മുദീറിന്റെ മാനേജറുടെ പെൺമക്കളാണോ? 7 അൻതും ആബാഉ തുല്ലാബി, നിങ്ങൾ വിദ്യാർത്ഥികളുടെ പിതാക്കന്മാരാണോ? അൻതുന്ന ഉമ്മഹാത്തു തുല്ലാബി, നിങ്ങൾ വിദ്യാർത്ഥികളുടെ മാതാക്കളാണോ? 3 ഹവ്വിലിൽ ളമീറ ഫീ കുല്ലിൻ മിനൽ ജുമലിൽ ആതിയത്തി കമാ ഹുവ മുവല്ലഹുൻ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ വ്യക്തമാക്കിയതുപോലെ താഴെ തന്ന എല്ലാ വാചകങ്ങളിലെയും ളമീറിനെ നീ മാറ്റ്. മിസാൽ ഉദാഹരണം. ഐന ബൈത്തുക്കും യാ ഇഖ്വാനു, സഹോദരന്മാരെ നിങ്ങളുടെ വീട് എവിടെയാണ്? ഇതിൽ ബൈത്തുക്കും എന്നതിനെ ബൈത്തുക്കുന്ന എന്നാണ് കൊടുത്തത്. ഐന ബൈത്തുക്കുന്ന എന്ന് മാറ്റുമ്പോൾ സ്വാഭാവികമായും ഇഖ്വാൻ എന്നതിനെ മാറ്റി അഖ്വാത്ത് എന്നും ആക്കേണ്ടതുണ്ട്. ഐന ബൈത്തുക്കുന്ന യാ അഖ്വാത്തു, സഹോദരിമാരെ നിങ്ങളുടെ വീട് എവിടെയാണ്? ഒന്നാമത്തെ ചോദ്യം. ഐന അഖൂക്കും യാ ഇഖ്വാനു, സഹോദരന്മാരെ നിങ്ങളുടെ ഐന അഖൂക്കും, നിങ്ങളുടെ സഹോദരൻ എവിടെയാണ്? യാ ഇഖ്വാനു, സഹോദരന്മാരെ. ഐന അഖൂക്കുന്ന, നിങ്ങളുടെ സഹോദരൻ എവിടെയാണ്? യാ അഖവാത്തു, സഹോദരിമാരെ. അഖൂക്കും എന്നതിന് അഖൂക്കുന്ന എന്നാക്കി, സഹോദരന്മാർക്ക് പകരം സഹോദരിമാരായപ്പോൾ. ഐന മദ്രസത്തുക്കും യാ ഇഖ്വാനു, സഹോദരന്മാരെ നിങ്ങളുടെ സ്കൂൾ എവിടെയാണ്? സഹോദരിമാരെ നിങ്ങളുടെ സ്കൂൾ എവിടെയാണ് എന്ന് ചോദിക്കാൻ ഐന മദ്രസത്തുക്കുന്ന യാ അഖവാത്തു എന്ന് ചോദിക്കണം. ഐന മദ്രസത്തുക്കുന്ന, നിങ്ങളുടെ വീട് എവിടെയാണ്? യാ അഖവാത്തു, സഹോദരിമാരെ. മതാ ഇഖ്തിബാറുക്കും യാ ഇഖ്വാനു, സഹോദരന്മാരെ നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണ്? സഹോദരിമാരെ നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണ് എന്ന് ചോദിക്കാൻ മതാ ഇഖ്തിബാറുക്കുന്ന യാ അഖവാത്തു എന്ന് ചോദിക്കണം. 4 അഹാദ അമ്മുക്കും യാ ഇഖ്വാനു, സഹോദരന്മാരെ ഇത് നിങ്ങളുടെ പിതൃവ്യനാണോ? അഹാദ അമ്മുക്കുന്ന യാ അഖവാത്തു, സഹോദരിമാരെ ഇത് നിങ്ങളുടെ പിതൃവ്യനാണോ? 5 അബൈത്തുക്കും ഖരീബുൻ യാ ഇഖ്വാനു, സഹോദരന്മാരെ നിങ്ങളുടെ വീട് അടുത്താണോ? അബൈത്തുക്കുന്ന ഖരീബുൻ യാ അഖവാത്തു, സഹോദരിമാരെ നിങ്ങളുടെ വീട് അടുത്താണോ? 6 ഫി അയ്യി ഷഹരിൻ ഇഖ്തിബാറുക്കും യാ ഇഖ്വാനു, സഹോദരന്മാരെ നിങ്ങളുടെ പരീക്ഷ ഏത് മാസത്തിലാണ്? ഫി അയ്യി ഷഹരിൻ ഇഖ്തിബാറുക്കുന്ന യാ അഖവാത്തു, സഹോദരിമാരെ നിങ്ങളുടെ പരീക്ഷ ഏത് മാസത്തിലാണ്? സ്ത്രീലിംഗവും പുല്ലിംഗവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ അഭ്യാസത്തിൽ നാം പരിചയപ്പെട്ടത്. ഫിൽ അമാക്കിനിൽ ഖാലിയത്തി ഫീമാ യലി ളമീറൻ മുനാസിബൻ ലിൽ മുഖാത്തബി, അഭിസംബോധിതനെ കുറിക്കുന്ന ളമീറുകളിൽ യോജിച്ച ളമീറിനെ കൊണ്ട് വിട്ട ഭാഗം നീ പൂരിപ്പിക്കണം. 4 ളമീറാണ് കൊടുത്തത്. അൻത, നീ ഒരു പുരുഷൻ.
അൻതും നിങ്ങൾ കുറെ പുരുഷന്മാർ, അൻതി നീ ഒരു സ്ത്രീ, അൻതുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ. ഒന്നാമത്തെ ഉദാഹരണം അ ഡാഷ് മുസ്ലിമുൻ, അ ആണോ ഡാഷ് മുസ്ലിമുൻ ഒരു പുരുഷനാണ്, അതുകൊണ്ട് തന്നെ അ അൻത മുസ്ലിമുൻ, അ അൻത മുസ്ലിമുൻ. 2 അ ഡാഷ് മരീറത്തുൻ, മരീറത്തുൻ രോഗിയായ പെണ്ണാണ്, അപ്പോൾ സ്വാഭാവികമായും അ അൻതി മരീറത്തുൻ, അ അൻതി മരീറത്തുൻ നീ രോഗിയാണോ സ്ത്രീയോട് ചോദിക്കുകയാണ്. 3 അ ഡാഷ് തൊബീബാത്തുൻ, തൊബീബാത്തുൻ എന്നാണ്, അഥവാ ഡോക്ടർമാരായ ലേഡി ഡോക്ടേഴ്സ്. സ്വാഭാവികമായി അൻതും എന്ന അല്ല ചേർക്കേണ്ടത്, പകരം അൻതുന്ന ലേഡി സ്ത്രീ ആയതുകൊണ്ട് തന്നെ, സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ അ അൻതുന്ന തൊബീബാത്തുൻ, അ അൻതുന്ന തൊബീബാത്തുൻ നിങ്ങൾ ലേഡീസ് ഡോക്ടർമാരാണോ. 4 അ ഡാഷ് തുജാറുൻ കച്ചവടക്കാർ എന്നാണ്, സ്വാഭാവികമായും നിങ്ങൾ എന്ന് ചോദിക്കണം. അ അൻതും തുജാറുൻ നിങ്ങൾ കച്ചവടക്കാരാണോ. അ ഡാഷ് ബിൻതുൽ മുദദ്ദിസി, ബിൻതുൽ മുദദ്ദിസി അധ്യാപകന്റെ മകൾ എന്നാണ്, ഏകവചനമാണ്, സ്ത്രീയുമാണ്. സ്വാഭാവികമായും അ അൻതി ബിൻതുൽ മുദദ്ദിസി, അ അൻതി ബിൻതുൽ മുദദ്ദിസി നീ അധ്യാപകന്റെ മകളാണോ. 6 അ അഖ്വാത്തു അബ്ബാസിൻ, അഖ്വാത്തു അബ്ബാസ് അബ്ബാസിന്റെ സഹോദരിമാർ എന്നാണ്, സഹോദരിമാർ ബഹുവചനമാണ്, സ്ത്രീലിംഗമാണ്. സ്വാഭാവികമായും അൻതുന്ന എന്നാണ് പ്രയോഗിക്കേണ്ടത്. ആ അൻതുന്ന അഖ്വാത്തു അബ്ബാസിൻ നിങ്ങൾ അബ്ബാസിന്റെ സഹോദരിമാർ ആണോ. 7 അ ഡാഷ് തുല്ലാബുൻ, തുല്ലാബുൻ വിദ്യാർത്ഥികൾ പുല്ലിംഗമാണ്, ബഹുവചനവുമാണ്. അ അൻതും തുല്ലാബുൻ നിങ്ങൾ വിദ്യാർത്ഥികളാണോ. ഏകവചനം പുല്ലിംഗം, ഏകവചനം സ്ത്രീലിംഗം, ബഹുവചനം പുല്ലിംഗം, ബഹുവചനം സ്ത്രീലിംഗം, ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നീ നിങ്ങൾ എന്ന് വരുമ്പോൾ നാം ഈ അഭ്യാസത്തിൽ പരിചയപ്പെട്ടത്. 5 ഫിൽ അമാക്കിനത്തിൽ ഖാലിയത്തി ഫിൽ ജുമലിൽ ആത്തിയത്തി ളമീറൻ മുത്തസിലൻ ലിൽ മുഖാത്തബി ക കും കി കുന്ന ഈ 4 ളമീറിനെ കൊണ്ട് താഴെ തന്ന വാചകങ്ങളെ നീ പൂർത്തീകരിക്കുക. 1 ഐന ബൈതു ഡാഷ് യാ ഇഖ്വാനു സഹോദരന്മാരെ, യാ ഇഖ്വാനു എന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായും ബൈത്തുക്കും എന്നാണ് വരിക. ഐന ബൈത്തുക്കും യാ ഇഖ്വാനു പുല്ലിംഗം ബഹുവചനമാണ്, ഇഖ്വാൻ എന്നത് സ്വാഭാവികമായും കും എന്ന് പ്രയോഗിക്കണം. ഐന ബൈത്തുക്കും യാ ഇഖ്വാനു സഹോദരന്മാരെ നിങ്ങളുടെ വീട് എവിടെയാണ്. രണ്ടാമത്തെ അഭ്യാസം അഹാദ കിതാബു ഡാഷ് യാ ഹാമിദു ഹാമിദിനോടാണ് ചോദിക്കേണ്ടത്. കിതാബു ക നിന്റെ ഒരു പുല്ലിംഗ, ഹാമിദ് പുല്ലിംഗമാണ്, പുരുഷനാണ്. സ്വാഭാവികമായും ക എന്ന് ചോദിക്കണം. അഹാദ കിതാബു ക യാ ഹാമിദു കിതാബു ക യാ ഹാമിദു ഹാമിദെ ഇത് നിന്റെ പുസ്തകമാണോ. 3 സഅത്തു ഡാഷ് ജമീലത്തുൻ യാ ലൈല ലൈലെ ഭംഗിയുള്ളതാണ്. ലൈലയോടാണ് ചോദ്യം. സ്വാഭാവികമായും ലൈല ഏകവചനം, സ്ത്രീലിംഗമാണ്. കി എന്ന് ചോദിക്കണം. സഅത്തുക്കി ജമീലത്തുൻ യാ ലൈല സഅത്തുക്കി ജമീലത്തുൻ യാ ലൈല സഅത്തുക്കി നിന്റെ വാച്ച് ജമീലത്തുൻ ഭംഗിയുള്ളതാണ്. യാ ലൈല ലൈലെ ലൈലെ നിന്റെ വാച്ച് ഭംഗിയുള്ളതാണ്. സഅത്തുക്കി ജമീലത്തുൻ യാ ലൈല. 4 മൻ അബു ഡാഷ് യാ അഖവാത്തു യാ അഖവാത്തു സഹോദരിമാരെ എന്നാണ്, സ്ത്രീലിംഗമാണ്, സഹോദരിമാര് ബഹുവചനവുമാണ്. സ്വാഭാവികമായും ക പറ്റില്ല, കും പറ്റില്ല, കി എന്നും പറ്റില്ല, കുന്ന എന്ന് ചോദിക്കണം. മൻ അബു കുന്ന യാ അഖവാത്തു ആരാണ് സഹോദരിമാരെ നിങ്ങളുടെ പിതാവ്. മൻ അബു കുന്ന യാ അഖവാത്തു. 5 മാ ഇസ്മു ഡാഷ് യാ അഖി എന്റെ സഹോദര പുല്ലിംഗം ഏകവചനമാണ്. സ്വാഭാവികമായും മസ്മുക യാ അഖി മസ്മുക യാ അഖി
എന്റെ സഹോദര നിന്റെ പേരെന്താണ്? 6 മസ്മു ഡാഷ് യാ ഉഖ്തി, എന്റെ സഹോദരി. ഉഖ്തി സ്ത്രീലിംഗം ഏകവചനം, ഖി എന്ന് പ്രയോഗിക്കണം. മസ്മുക്കി യാ ഉഖ്തി, എന്റെ സഹോദരി നിന്റെ പേരെന്താണ്? ഖി. 7 അ ഉമ്മു ഡാഷ് ഫിൽ ബൈത്തി, അ ഉമ്മു ഡാഷ് ഫിൽ ബൈത്തി, അ ഉമ്മുകുന്ന ഫിൽ ബൈത്തി യാ ബനാത്തു. ബനാത്തു എന്നിവിടെ വിട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അ ഉമ്മുകുന്ന ഫിൽ ബൈത്തി. നിങ്ങളുടെ ഈ പാഠത്തിൽ നാം സ്ത്രീകളോടാണല്ലോ ചോദിച്ചത്. സ്വാഭാവികമായും ആ ഉമ്മുകുന്ന ഫിൽ ബൈത്തി, നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ വീട്ടിലാണോ? 8ാമത്തെ ചോദ്യം മാ അസ്മാഉ ഡാഷ് യാ ഇഖ്വാനു, ഇഖ്വാനുകളോടാണ്, സഹോദരന്മാരോടാണ്. സ്വാഭാവികമായും കും എന്ന് പ്രയോഗിക്കണം. മാ അസ്മാഉക്കും യാ ഇഖ്വാനു, സഹോദരന്മാരെ നിങ്ങളുടെ പേരുകൾ എന്താണ്? മാ അസ്മാഉക്കും, നിങ്ങളുടെ പേരുകൾ എന്താണ്? യാ ഇഖ്വാനു, സഹോദരന്മാരെ. മാ എന്നാൽ എന്ത്? 6ാമത്തെ അഭ്യാസം ഫിൽ അമാകിനിൽ ഖാലിയത്തി ഫീമാ യലി ളമീറൻ മുനാസിബൻ ലിൽ മുതകല്ലിമി, സംസാരിക്കുന്നവനെ കുറിക്കുന്ന ളമീറുകളായ അന, നഹ്നു ഇവ കൊണ്ട് യോജിച്ച ഭാഗം നീ പൂരിപ്പിക്കുക. 1 ഡാഷ് മുസ്ലിമുൻ, അന മുസ്ലിമുൻ. അന എന്നാൽ പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഉപയോഗിക്കും, ഞാൻ എന്നതിന്. നഹ്നു എന്നാൽ സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിന് ഒരുപോലെ ഉപയോഗിക്കും, ഞങ്ങൾ എന്നുള്ളതിന്. അന മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണ്. ഡാഷ് മുസ്ലിമൂന, നഹ്നു മുസ്ലിമൂന, നഹ്നു മുസ്ലിമൂന. ഡാഷ് മുസ്ലിമത്തുൻ, അന മുസ്ലിമത്തുൻ, ഞാനൊരു മുസ്ലിം സ്ത്രീയാണ്, അന മുസ്ലിമത്തുൻ. ഡാഷ് മുസ്ലിമാത്തുൻ, നഹ്നു മുസ്ലിമാത്തുൻ, നഹ്നു മുസ്ലിമാത്തുൻ. നഹ്നു ബഹുവചനമാണ്, അന ഏകവചനമാണ്. ഡാഷ് ബനാത്തുൽ മുദീരി, നഹ്നു ബനാത്തുൽ മുദീരി, ഞങ്ങൾ മാനേജറുടെ പെൺമക്കളാണ്. ഡാഷ് ഇബ്നു മുദല്ലിസി, അന ഇബ്നു മുദല്ലിസി, ഞാൻ അധ്യാപകന്റെ മകനാണ്. ഡാഷ് തുല്ലാബു, നഹ്നു തുല്ലാബു. ഡാഷ് മരിയലത്തുൻ, അന മരിയലത്തുൻ. 7ാമത്തെ അഭ്യാസം ഇഖ്റ വക്തബ്, നീ വായിക്കുകയും എഴുതുകയും ചെയ്യേ. 1 ദഹബ അബി ഇലൽ ഖാഹിറത്തി ഖബല ഉസ്ബുഇൻ, ഒരാഴ്ചക്ക് മുമ്പ് എന്റെ പിതാവ് കൈറോയിലേക്ക് പോയി. ദഹബ പോയി, അബി എന്റെ പിതാവ്, ഇലൽ ഖാഹിറത്തി കൈറോയിലേക്ക്, ഖബല ഉസ്ബുഇൻ ഒരാഴ്ചക്ക് മുമ്പ്, ഖബല മുമ്പ്, ഉസ്ബു ആഴ്ച, ഖാഹിറത്ത് കൈറോ, ഇല ലേക്ക്, അബി എന്റെ പിതാവ്, ദഹബ പോയി. 2 മതാ ഖറജ്ത മിനൽ ഫസ്ലി യാ മുഹമ്മദു, ഖറജ്ത എന്നാണ് ചോദിച്ചത്. മതാ എപ്പോൾ, ഖറജ്ത നീ പുറപ്പെട്ടത്, മിനൽ ഫസ്ലി ക്ലാസ്സിൽ നിന്നും, യാ മുഹമ്മദ് മുഹമ്മദേ. മുഹമ്മദ് പുല്ലിംഗം ഏകവചനമായതുകൊണ്ട് ഖറജ്ത എന്നാണ് ചോദിക്കേണ്ടത്. മതാ ഖറജ്ത മിനൽ ഫസ്ലി യാ മുഹമ്മദ്, മുഹമ്മദേ ക്ലാസ്സിൽ നിന്നും നീ എപ്പോഴാണ് പുറപ്പെട്ടത്? ഖറജ്തു ഞാൻ പുറപ്പെട്ടു, ബഅദ ദർസി പാഠത്തിന് ശേഷം, ക്ലാസ് അവസാനിച്ച ശേഷം, പാഠത്തിന് ശേഷമാണ്, പാഠം അവസാനിച്ച ശേഷമാണ് ഞാൻ, ക്ലാസ്സിന് ശേഷമാണ് ഞാൻ പുറപ്പെട്ടത്. 3 ദഹബ്തു ഞാൻ പോയി, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, ഖബലൽ അദാനി ബാങ്കിന് മുമ്പ്, ഖബല മുമ്പ്, അദാൻ ബാങ്ക്, ബാങ്കിന് മുമ്പ് ഞാൻ പള്ളിയിലേക്ക് പോയി. ദഹബ്തു ഇലൽ മസ്ജിദി ഖബലൽ അദാനി ബാങ്കിന് മുമ്പ് പള്ളിയിലേക്ക് ഞാൻ പോയി. 4 മതാ ദഹബ അമ്മുക്കി ഇല ദിയാലി യാ ആമിനത്തു, മതാ ദഹബ അമ്മുക്കി നിന്റെ പിതൃവ്യൻ എപ്പോഴാണ് പോയത്, ഇല ദിയാലി റിയാദിലേക്ക്, യാ ആമിനത്തു ഹേ ആമിനെ, ആമിനെ നിന്റെ പിതൃവ്യൻ എപ്പോഴാണ് റിയാദിലേക്ക് പോയത്? ദഹബ ഖബല ഷഹ്രി ഒരു മാസം മുമ്പാണ് അവൻ പോയത്. ദഹബ അവൻ പോയി, ഖബല ഷഹ്രി ഒരു മാസം മുമ്പ്. 5 അഖബല സ്വലാത്തി ദഹബ്ത ഇലൽ മത്അമി
ഹോട്ടൽ റെസ്റ്റോറന്റിലേക്ക് നീ നമസ്കാരത്തിന് മുമ്പാണോ പോയത്? ആ ഖബ്ല സ്വലാത്തി, നമസ്കാരത്തിന് മുമ്പാണോ ദഹബ്ത നീ പോയത്? ഇലൽ മത്താമി, റെസ്റ്റോറന്റിലേക്ക്. ലാ, അല്ല. ദഹബ്തു ബഅദ സ്വലാത്തി, നമസ്കാരത്തിന് ശേഷമാണ് ഞാൻ പോയത്. ദഹബ്തു, ഞാൻ പോയി. ബഅദ സ്വലാത്തി, നമസ്കാരത്തിന് ശേഷം. ഐന ദഹബ്ത യാ അഖി, ഐന ദഹബ്ത യാ അഖി, സഹോദര നീ എപ്പോഴാണ് പോയത്? ഐന ദഹബ്ത യാ അഖി, സഹോദരനായപ്പോൾ സ്വാഭാവികമായും ദഹബ്ത എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഐന ദഹബ്തും യാ ഇഖ്വാനി, സഹോദരന്മാരായപ്പോൾ ദഹബ്തും എന്ന് ഉപയോഗിച്ചു. ഐന ദഹബ്തും യാ ഇഖ്വാനി. ഐന ദഹബ്തി യാ ഉഖ്തി, സഹോദരിയായപ്പോൾ ദഹബ്തി. ഐന ദഹബ്തി യാ ഉഖ്തി, സഹോദരി നീ എങ്ങോട്ടാണ് പോയത്? സഹോദരിമാരായപ്പോൾ സ്വാഭാവികമായും ഐന ദഹബ്തുന്ന എന്ന് പ്രയോഗിക്കണം. ഐന ദഹബ്തുന്ന യാ അഖവാതി, എന്റെ സഹോദരിമാരെ നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? അന ദഹബ്തു, ഞാൻ പോയി. പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും ഒരുപോലെ ഉപയോഗിക്കാം. അന ദഹബ്തു, ഞാൻ പോയി. നഹ്നു ദഹബ്ന, ഞങ്ങൾ പോയി. സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ഒരുപോലെ ഉപയോഗിക്കാം. നഹ്നു ദഹബ്ന. അൽ കലിമാത്തുൽ ജദീദത്തു, നാം ഈ പാഠത്തിൽ പരിചയപ്പെട്ട പുതിയ പദങ്ങൾ. ഖബ്ല, മുമ്പ്. ഖബ്ല, മുമ്പ്. ബഅദ, ശേഷം. ബഅദ, ശേഷം. കൈഫ, എങ്ങനെ. കൈഫ, എങ്ങനെ. മത, എപ്പോൾ. മത, എപ്പോൾ. അൽ ഉസ്ബൂ, ആഴ്ച. അൽ ഉസ്ബൂ, ആഴ്ച. അശ്ശഹ്റു, മാസം. അശ്ശഹ്റു, മാസം. അൽ അദാനു, ബാങ്ക്. അൽ അദാനു, ബാങ്ക്. അസ്സലാത്തു, നമസ്കാരം. റജഅ, മടങ്ങി. റജഅ, മടങ്ങി. ഇഖ്തിബാർ, എക്സാമിനേഷൻ, പരീക്ഷ. അൽ ലമാഇറുൽ മുൻഫസില, വേറിട്ട് വരുന്ന ലമീർ. ലിൽ മുഫ്രദ്, ഏകവചനത്തിന്. ഹുവ തോലിബുൻ, അവൻ. ഹുവ എന്ന ലമീർ. പുല്ലിംഗത്തിന് അവൻ വിദ്യാർത്ഥിയാണ്. ഹുവ തോലിബുൻ. ഹിയ തോലിബത്തുൻ, സ്ത്രീലിംഗം ഏകവചനത്തിന് അവൾ വിദ്യാർത്ഥിനിയാണ്. അൻത തോലിബുൻ, നീ വിദ്യാർത്ഥിയാണ്. അൻത തോലിബുൻ, നീ വിദ്യാർത്ഥിയാണ്. പുല്ലിംഗം ഏകവചനം. അൻതി തോലിബത്തുൻ, സ്ത്രീലിംഗം ഏകവചനം. അൻതി തോലിബത്തുൻ, നീ വിദ്യാർത്ഥിനിയാണ്. അന തോലിബുൻ, അന തോലിബത്തുൻ. ലിൽ ജംഇ, ജമ്മിന്. ഹും തുല്ലാബുൻ, പുല്ലിംഗം ബഹുവചനം. ഹും തുല്ലാബുൻ, അവർ വിദ്യാർത്ഥികളാണ്. ഹുന്ന തോലിബാത്തുൻ, അവർ വിദ്യാർത്ഥിനികളാണ്. ഹുന്ന പുല്ലിംഗം സ്ത്രീലിംഗം ബഹുവചനം. സ്ത്രീലിംഗം ബഹുവചനം. ഹുന്ന തോലിബാത്തുൻ. അൻതും തുല്ലാബുൻ, പുല്ലിംഗം ബഹുവചനം. അൻതും തുല്ലാബുൻ, നിങ്ങൾ വിദ്യാർത്ഥികളാണ്. അൻതുന്ന തോലിബാത്തുൻ, നിങ്ങൾ വിദ്യാർത്ഥിനികളാണ്. സ്ത്രീലിംഗം ബഹുവചനമാണ് അൻതുന്ന. നഹ്നു തുല്ലാബുൻ, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. നഹ്നു തോലിബാത്തുൻ, ഞങ്ങൾ വിദ്യാർത്ഥിനികളാണ്. ഈ പാഠത്തിൽ പരിചയപ്പെട്ട പുതിയ പദം നൗ, അൽ ആൻ. നൗ, ഇപ്പോൾ. അൽ ആൻ, ഇപ്പോൾ. ഖാഹിറോ, കെയ്റോ. കെയ്റോ, ഖാഹിറ. അസ്ബൂ, വീക്ക്, ആഴ്ച. ഇഖ്തിബാർ, എക്സാമിനേഷൻ. ദർസ്, ലെസൺ, പാഠം. ഈ പാഠത്തിൽ നാം പഠിച്ച ഗ്രാമറിക്കൽ ഭാഗമാണ്. അൻതി എന്നതിന്റെ പ്ലൂറൽ ഫോമാണ് അൻതുന്ന. അൻതി എന്നതിന്റെ ബഹുവചന രൂപമാണ് അൻതുന്ന. മൻ അൻതുന്ന യാ അഖവാതി, എന്റെ സഹോദരിമാരെ നിങ്ങൾ ആരാണ്? നഹ്നു ബനാത്തു ഇമാം, ഞങ്ങൾ ഇമാമിന്റെ പെൺകുട്ടികളാണ്, പെൺമക്കളാണ്. അൻതി എന്നതിന്റെ ബഹുവചന രൂപമാണ് അൻതുന്ന. അൻത എന്നതിന്റെ ബഹുവചനം അൻതും. കി എന്നതിന്റെ ബഹുവചന രൂപമാണ് കുന്ന. കി എന്നതിന്റെ ബഹുവചന രൂപമാണ് കുന്ന. കി, നിന്റെ, ഈ ഒരു സ്ത്രീയുടെ. കുന്ന, നിങ്ങളുടെ, കുറെ സ്ത്രീകളുടെ. ഐന ബൈത്തുക്കന്ന യാ സയ്യിദാത്തു, സ്ത്രീകളെ നിങ്ങളുടെ വീട് എവിടെ? ബൈത്തുക്കുന്ന, നിങ്ങളുടെ വീട്. ബൈത്തുന ഖരീബുൻ മിനൽ മസ്ജിദി,
ഞങ്ങളുടെ വീട് പള്ളിയുടെ അടുത്താണ്. 3. ദഹബ്തി എന്നതിന്റെ പ്ലൂറൽ ഫോമാണ്, ബഹുവചന രൂപമാണ് ദഹബ്തുന്ന എന്നുള്ളത്. ദഹബ്തി, ദഹബ്തുന്ന. ദഹബ്ത എന്നതിന്റെ ബഹുവചന ദഹബ്തും. അയിന ദഹബ്തുന്ന യാ അഖ്വാത്തു, സഹോദരിമാരെ നിങ്ങൾ എങ്ങോട്ടാണ് പോയത്. അയിന ദഹബ്തും യാ ഇഖ്വാൻ, സഹോദരന്മാരെ നിങ്ങൾ എങ്ങോട്ടാണ് പോയത്. ഖബ്ലയുടെ അർത്ഥം മുമ്പ് എന്നും ബഅദയുടെ അർത്ഥം ശേഷം എന്നുമാണ്. എപ്പോഴും മുളാഫിന്റെ രൂപത്തിലായിരിക്കും. ബഅദ ദർസി, പാഠത്തിന് ശേഷം. ഖബ്ല സ്വലാത്തി, നമസ്കാരത്തിന് മുമ്പ്. റജാ അഥവാ മടങ്ങി. അറജാൽ ഇമാമ മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് ഇമാമ മടങ്ങിയോ. ദഹബ്തു ഇലൽ മസ്ജിദി ഖബ്ലൽ അദാനി, ബാങ്കിന് മുമ്പ് പള്ളിയിലേക്ക് ഞങ്ങൾ പോയി. വറജഅതു ബഅദ സ്വലാത്തി, നമസ്കാരത്തിന് ശേഷം ഞങ്ങൾ മടങ്ങി വന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവ്വം ഷഹീദ് മുഹ്സിൻ.